അപ്പോൾ ഒരു ദിവസം ഷിഫ്റ്റ് ഉണ്ടാവുക ഓരോരോ സ്ഥലത്തായിരിക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ അലർജൻസ് എന്നുള്ളൊരു സംഭവം. അതായത് ഈ ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫുഡ് ക്യൂസി ആയിട്ട് നോക്കുന്ന ആൾക്ക് എന്ത് അഡ്വൈസ് ആണ് പേഴ്സണലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ക്യൂസി ആയിട്ട് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ മാസ്റ്റേഴ്സ് നാട്ടിൽ നിന്ന് ചെയ്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ അലർജൻസിൻ്റെ ആഡ് ഓൺ കോഴ്സും ഹാസിപ്പ് ലെവൽ 3ഉം 4ഉം അങ്ങനെ കുറച്ച് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് എനിക്കിപ്പോൾ ഇവിടെ വർക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ സർട്ടിഫിക്കേഷൻ എല്ലാം നാട്ടിൽ നിന്ന് എടുത്താണോ അത് ഇവിടെ വന്നിട്ട് എടുത്താണോ? നാട്ടിൽ നിന്ന് തന്നെ ഞാൻ എടുത്തതാണ്, പക്ഷെ അത് ഹൈഫീൽഡിൻ്റെ UK റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഓക്കെ, എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒത്തിരി പേര് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കോഴ്സ് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നാട്ടിൽ നിന്ന് ഈ കോഴ്സുകൾ എടുത്തുകൊണ്ട് വരുന്നത് എത്രത്തോളം നല്ലതാണ്? ചില കോഴ്സുകൾ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരുന്നത് നല്ലത് തന്നെയാണ്, നമുക്ക് ഇവിടെ ഉപകാരപ്പെടും. ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യത്തിൽ ഞാൻ ആയറൻ കോഴ്സുകൾ എടുത്തിട്ടുള്ള എൻ്റെ ബേസിൽ കിട്ടിയപ്പോൾ നല്ലൊരു കാര്യം തോന്നി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഏതൊക്കെ കോഴ്സുകളാണെന്ന് എടുത്തതെന്ന് സ്പെസിഫൈ ചെയ്തൊന്ന് പറയാമോ? ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ ഫുഡിൻ്റെ പഠിച്ചതിൽ ഹാസിപ്പ് ലെവൽ 3, ഹാസിപ്പ് ലെവൽ 4 ഹലാൽ സർട്ടിഫിക്കേഷൻ, പിന്നെ അലർജൻസിൻ്റെ അതൊക്കെ ഞാൻ ശരിക്കും എന്താണ് ഈ ഇപ്പം നമ്മൾ എല്ലാ റെസ്റ്റോറൻറ്റിലും പോകുമ്പോൾ ഹലാൽ ഇതുണ്ട്. ഇപ്പം എനിക്കറിയാം എന്താണെന്നുള്ളത്. അപ്പം ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മുടെ ഒരു മീറ്റ് വന്നു, അതെങ്ങനെയാണ് നമ്മൾ ഹലാലാണോ അല്ലേന്ന് അറിയണത്? ഹലാൽ ഇവിടെ ഞാനത് ചെയ്യില്ല. നാട്ടിൽ ഞാനൊരു ഓൺലൈൻ കോഴ്സിൽ ചെയ്തത്. ഇവിടെ അത് എനിക്ക് ബാധകമല്ല. ഇവിടെ ഞാനത് ചെയ്യണില്ല. ഇവിടെ ഞാൻ ചെയ്യുന്ന പോലെ അലർജൻസ് നോക്കുക, ഫുഡ് ക്വാളിറ്റി കറക്റ്റ് ടെമ്പറേച്ചറിലാണോ വെച്ചിരിക്കേണ്ടത് നോക്കുക. ഇപ്പോൾ ഒരു ഫങ്ഷൻസും ഇവൻ്റ് എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ അലർജൻസ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ അവർ നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് ആ ഹോൾ മെനുവിലുള്ള അലർജൻസിൻ്റെ കാര്യം അവർക്ക് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ വർക്ക് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ആ ഒരു ഷിഫ്റ്റ് തുടങ്ങുന്നത്? ഡേ ഇൻ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കോർപ്പറേറ്റ് കമ്പനി ആയതുകൊണ്ട് സെൻട്രൽ ലണ്ടനിലാണ് എന്നെ ഉണ്ടാവേണ്ടത്. അപ്പോൾ എനിക്ക് ഓരോ ആഴ്ചയിൽ എനിക്കിപ്പോൾ 20 hours വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഷിഫ്റ്റ് ഉണ്ടാവുക ഓരോരോ സ്ഥലത്തായിരിക്കും. അവർ നമുക്ക് ഓൾറെഡി റോട്ടയിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് ഫസ്റ്റ് നമ്മളെ ചെക്കിങ് ചെയ്യും. ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടുള്ള ഓഫീസിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ടാവും, ഈവൻറ്റ്സ് നടക്കുന്നുണ്ടാവാം. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ ഐഡൻറ്റിറ്റി കാണിച്ചു കൊടുത്താൽ അവർ നമ്മൾ ഉള്ളിലേക്ക് വിടും. പോയി കഴിഞ്ഞാൽ കിച്ചണിൽ ഓൾറെഡി നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇയാൾക്ക് എന്തൊക്കെ വർക്കാണെന്ന് ചെയ്യാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെ മെനു ആണുള്ളത്, അതിലത്തെ അലർജൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ തുടങ്ങും. ഓക്കെ, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവിടെ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്? ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ആ ഫുഡ് എന്തൊക്കെ ടെമ്പറേച്ചറിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ഉള്ളത്, അതിലത്തെ ഇൻഗ്രീഡിയൻസ് എന്താ ഉള്ളത്, ഫുഡൊക്കെ അവിടെ കറക്റ്റായിട്ടാണോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, അങ്ങനെയൊക്കെ. ഓക്കെ, ഇതിന്റെ ഇന്റർവ്യൂ സമയത്ത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? എനിക്ക് ഇന്റർവ്യൂ 3 ആയിട്ടുണ്ടായത്. ഒന്ന് ഫോൺ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഒന്ന് ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ട്രെയിൻ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവർ മെയിൻ ആയിട്ട് ചോദിച്ചത്? ക്വസ്റ്റ്യൻസ് മുന്നുള്ള എക്സ്പീരിയൻസും സർട്ടിഫിക്കേഷനും അതൊക്കെ തന്നെ അവർ ചോദിക്കുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ഫീൽഡിൽ നോക്കണ ആൾക്ക്, അതായത് ഈ ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫുഡ് ക്യൂസി ആയിട്ട് നോക്കണ ആൾക്ക് എന്ത് അഡ്വൈസ് ആണ് പേഴ്സണലി കൊടുക്കാൻ? കുറച്ചുകൂടെ ആഡ് ഓൺ കോഴ്സ് നാട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ കുറച്ചും കൂടെ നമുക്കൊരു കുറച്ച് നല്ലതായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് അവർ നമ്മളെ നോക്കും. ഓക്കെ, നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിന് എന്തെങ്കിലും സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യണമെന്നുണ്ടോ? ഇവിടെ വന്നിട്ട് ഞാൻ സർട്ടിഫിക്കേഷൻ ഒന്നും എടുത്തിട്ടില്ല. നാട്ടിലത്തെ സർട്ടിഫിക്കേഷൻ്റെ ബേസിലും മാസ്റ്റേഴ്സിൻ്റെ പേരിലുമാണ് എനിക്കിത് കിട്ടിയതല്ലേ. പിന്നെ ഈ ഒരു ജോബിന് എത്രത്തോളം CV ഇമ്പോർട്ടൻസ് ആയിരുന്നു? CV നമുക്കിപ്പോൾ നാട്ടിൽ കൊടുക്കാൻ പറ്റുന്ന CV അല്ല, ഇവിടെ ഒരു UK ബേസിലൊരു CV ഉണ്ട്. ആഗ്രഹിക്കുന്ന ATS ഫോർമാറ്റിൽ വേണം നമ്മളത് ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അയച്ചത് എൻ്റെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള CV ആയിരുന്നു. എനിക്കെന്താ നല്ലൊരു ഭാഗ്യം കൊണ്ട് അത് കിട്ടി. എനിക്ക് റാൻഡമായിട്ട് ഇങ്ങനെ കോൾ വന്നു, അങ്ങനെ അത് പ്രൊസീഡ് ആയിപ്പോയി. ഓക്കെ, നിങ്ങളൊന്ന് റെഫർ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ റെഫറൻസിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? റെഫറൻസിന് തീർച്ചയായിട്ടും വാല്യൂ ഉണ്ട്. നമ്മൾ CV അയച്ചിട്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടണതിനേക്കാളും നല്ലത് ഓൾറെഡി വർക്ക് ചെയ്യണ ഒരാൾ റെഫർ ചെയ്താൽ ഭയങ്കര പരിഗണനയാണ് അവർക്ക്, വേഗം തന്നെ കിട്ടും.